ഹലോ, എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എനിക്കുണ്ടല്ലോ കുറേ പേര് ഈ ഒരു സെയിം റീൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു പ്രൊഫൈലിന്റെ പേര്? QMRS ജേർണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഫൈലിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് എനിക്കൊന്ന് വാഴ 2 സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് ഈ പുള്ളിക്കാരൻ ഒരു റീൽ അപ്ലോഡ് ചെയ്യുന്നത്. ആള് ഹൈസ്കൂളിൽ പഠിച്ച സമയത്ത് ആ സ്കൂളിൽ നിന്ന് നേരിട്ടിട്ടില്ല ഒരു പ്രിൻസിപ്പളാണെന്ന് തോന്നുന്നു. ആള് ഒരു സർ അല്ലെങ്കിൽ ഒരു ടീച്ചർ എന്നൊന്നും അയാൾ എന്തായാലും പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ആളുടെ പേര് ജയരാജൻ എന്നാണ്. ഓക്കെ, ജയരാജൻ എന്നാണ്, വിൻരാജൻ എന്നാണ് കൊടുക്കുന്നത്. അപ്പൊ വിൻരാജൻ മീൻസ് ജയരാജൻ ആണെന്നാണ് തോന്നുന്നത് പേര്. അപ്പൊ ആളെ കുറിച്ചൊരു അനുഭവം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ ഫസ്റ്റ് സ്റ്റോറിയാണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ആ സ്റ്റോറിക്ക് റിപ്ലൈ വന്ന സമയത്താണ് അവന് മനസ്സിലായത് അവന് മാത്രമല്ല കുറേ സ്റ്റുഡൻസിന്, അവിടെ പഠിച്ച സ്റ്റുഡൻസിന് ഇയാളുടെ അടുത്തുനിന്ന് വിയേർഡായിട്ടുള്ള കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ആ വീഡിയോ പ്ലേ ചെയ്യാം, നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കൂ. ഓക്കെ, പുറത്താക്കാൻ കാരണക്കാരനായ ഒരു മാഷിനെ കുറിച്ച് ഞാൻ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം 10ഓളം മെസ്സേജ് വന്നടാ, എല്ലാവർക്കും ഇതേ അനുഭവം. അപ്പൊ പുള്ളി എന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ എന്താ കാരണം വെച്ചാൽ എനിക്ക് 10ാം ക്ലാസ് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു. ഞാൻ സ്കൂളിൽ തന്നെ പഠിച്ചത്. ഞാൻ വന്നിട്ട് +1 അവിടെ പോയി. +1 നമുക്ക് ആദ്യം ഉണ്ടായ അനുഭവം എന്താ വെച്ചാൽ ഒരു ദിവസം ഇയാളെ സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോയി. അതേ സ്റ്റാഫ് റൂമിൽ വിളിച്ചുകൊണ്ട് പോയി ഇയാൾ പാടി എന്റെ തലയെല്ലാം ഫുള്ള് ഒരു പെയിനെടുത്തു. ആ പെയിനെ കുറിച്ചിട്ട് ഇയാള് അസംബ്ലിയിൽ വിളിച്ചു പറഞ്ഞടാ പിള്ളേരുടെ മുമ്പിൽ നിന്ന്. എന്റെ പേര് പറഞ്ഞിട്ടില്ല, പക്ഷെ എന്റെ തലയിൽ ഇങ്ങനെ സംഭവം കിട്ടിയുള്ള എന്റെ ക്ലാസ്സിൽ കുറെ പിള്ളേർക്ക് അറിയാം. ആദ്യത്തെ അനുഭവം. രണ്ടാമത്തെന്ന് വെച്ചാൽ എന്റെ പെയിന്റ് കുറച്ച് കുപ്പി വരും. ഞാനിത് 10ാം ക്ലാസ്സിന് എൻ്റെ ഉപ്പില്ല. 10ാം ക്ലാസ്സിന് പണിക്കെല്ലാം പോയിട്ട്, വെക്കേഷൻ പണിക്കെല്ലാം പോയിട്ട് അങ്ങനെയുള്ള പൈസ ആക്കിയിട്ട് ബുക്കെല്ലാം വാങ്ങിയിട്ട് ഞാൻ പഠിക്കുന്നു. പുള്ളി ഒരു ദിവസം വന്നിട്ട് ഒറ്റ പറച്ചില്, നീ ഇത് മാറ്റി അടിച്ചിട്ടാണ് ഈ വരണ്ട. അങ്ങനെ വേറെ വഴിയിലാണ് ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കലായി. ടീച്ചറിനെ വിളിക്കുന്നുണ്ടായിരുന്നു പാടാൻ വേണ്ടി, ഇയാളെ വിളിക്കൂല. അങ്ങനെ പോകണ്ടായി, അങ്ങനെ നിർത്തിയതാ. മാറ്റി അടിക്കാൻ അടുത്ത് പൈസ ഇല്ല, അതിനുള്ള ഗതിയില്ലാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ പുള്ളിനെ കൊണ്ട് ഞാൻ ഈ നിലയിൽ എത്തിയത് നല്ല മോശമൊന്നുമല്ല, നിലയിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ വാഴ 2 കണ്ടിറങ്ങിയ സമയത്ത് വിജയ് ബാബുവിന്റെ അതേ ക്യാരക്ടർ അയാളത്. അപ്പൊ അത് കണ്ടേ എനിക്ക് സംഭവം പറയണമെന്ന് തോന്നിയത്. അങ്ങനെ പറഞ്ഞ അത്രേ ഉള്ളൂ. കണ്ണൂർ. അപ്പോ ഇതാണ് ആള് ഫസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ. ചട്ടുകപ്പാറ, കണ്ണൂർ ചട്ടുകപ്പാറ എന്ന് പറഞ്ഞ സ്കൂളിലുള്ള ജയരാജ് എന്ന് പറഞ്ഞൊരു സാറിനെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം കുട്ടിന്റെ ആത്മഹത്യ കുറിപ്പെടുത്തിട്ട് സ്കൂളിൽ പോകേണ്ട ഗതികേട് അനുഭവിച്ച ഏതെങ്കിലും അമ്മ ഉണ്ടാവും. അങ്ങനെ അനുഭവിച്ച ഒരു അമ്മ എനിക്ക് അയച്ചൊരു മെസ്സേജാണ് രാവിലെ തന്നെ ഞാൻ കേട്ടത്. അതായത് കണ്ണൂർ ചട്ടുപ്പാറ സ്കൂളിൽ നിന്ന് വിദ്യാർത്ഥി നേരിട്ട മാനസിക പീഡനം കൊണ്ട് ആ കുട്ടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കുറിപ്പ് എഴുതി വെച്ചിട്ട് ആ കുറിപ്പ് ഈ അമ്മ കണ്ടിട്ട് അത് എടുത്തിട്ട് അത് സ്കൂളിലേക്ക് കൊണ്ടുപോയിട്ട് മാഷ കാണിക്കുന്ന ഒരവസ്ഥ. അമ്മയച്ച വോയിസ് നിങ്ങൾക്ക് കേൾപ്പിച്ചരാം. മോനെ, ഞാൻ വരാം കേട്ടോ, എവിടെ വേണമെങ്കിലും വരാം. എനിക്ക് അത്ര ഇത് എന്റെ ജീവിതത്തിൽ ഞാൻ അയാൾ കാരണം അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് സങ്കടം വരും. അയാള് ഒരു കൊച്ചിനോട് കാണിച്ച കാര്യങ്ങള് അവന് ചെയ്യാത്ത തെറ്റാണെന്ന് അയാൾക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നിട്ട് പോലും അയാള് അവനെ ടോർച്ചർ ചെയ്ത് അവനെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കുറിപ്പെട്ട് ഞാൻ അതുകൊണ്ടാണ് സ്കൂളിൽ പോയത്. ഇത് കേൾക്കുമ്പോ എനിക്കുണ്ടായൊരു തെരുപ്പുണ്ട്. ഞാൻ അനുഭവിച്ചൊന്നും ഒന്നുമല്ല. എൻ്റെ ഒരു അനുഭവം പറഞ്ഞിട്ട് വീട്ടിൽ സമയത്ത് അതിന് ഏകദേശം 60ഓളം മെസ്സേജ് എനിക്ക് വന്നു. അതിൽ കമന്റ് വേറെ. അത്രയും മോശപ്പെട്ട മാഷന്മാരും. ഒരു 16 വയസ്സുള്ള പെൺകുട്ടി ഒന്നിച്ച് ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയോട് സംസാരിച്ചതിന് ഇയാള് അവർ രണ്ടാളും വിളിച്ചു പറ്റി പറയുന്ന വർത്താനം എന്താണെന്നറിയോ? ഈ പെൺകുട്ടിയോട് പറയാം, നീ ഇപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ കുറെ കാലം കഴിഞ്ഞാൽ കുറെ ആണുങ്ങളായിട്ട് എനിക്ക് ബന്ധത്തിൽ ഏർപ്പെടും. എനിക്കിന്ന് വന്നൊരു 4 മെസ്സേജിനെ കുറിച്ചായിരുന്നു ഈ വീഡിയോ പറയുന്നത്. ഇയാള് എത്രത്തോളം നീചനാന്നുള്ളത് ഓരോ ദിവസം കഴിയുന്നോളം എനിക്ക് ഇങ്ങനെ തെളിഞ്ഞു വരുന്നു. എൻ്റെ കാര്യം വളരെ ചെറുതാണ് ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ. ആദ്യത്തെ മെസ്സേജ് സ്കൂൾ കലോത്സവത്തിന് ഇവര് കുറച്ച് ഒന്നിച്ചിങ്ങനെ ക്ലാസ്സിന്റെ സൈഡിലൂടെ നടന്നു പോകുമ്പോൾ ഇയാൾ വന്നിട്ട് ഇവർ പിടിച്ചിട്ട് കുറെ ഉപദേശിച്ച്. ഇനി ഇയാളുടെ ടോപ്പിക്ക് മാറി. അതിൽ പെട്ട ഒരു ആൺകുട്ടിനോട് ഇയാൾ ചോദിച്ചു, നിനക്ക് സെക്സ് ചെയ്യാൻ താല്പര്യം ഉണ്ടോ? ആ കുട്ടി പറഞ്ഞു ഇല്ല. മയറായിട്ടുള്ള 18 ആവാത്ത കുട്ടികൾ. ഒരമ്മ മകന്റെ സൂസൈഡ് ലെറ്റർ എടുത്തിട്ട് സ്കൂളിൽ പോയൊരു സംഭവം ഞാൻ സ്റ്റോറി ഇട്ട സമയത്ത് എനിക്ക് വന്നൊരു 3 മിനിറ്റിന്റെ വോയിസ് ഉണ്ട്. ആ വോയിസ് നിങ്ങൾക്ക് നിങ്ങൾ ഓരോരുത്തരും കേൾക്കേണ്ട സംഭവമാണ്. കാരണം
അതിൽ കുറേ ആൾക്കാർ കമന്റ് ഇടുന്നുണ്ട്, അതിന് സപ്പോർട്ട് ചെയ്തിട്ടും അങ്ങനെ ഇങ്ങനെ. പക്ഷേ നമ്മളൊക്കെ വീട്ടിൽ എന്താ സംഭവിക്കുന്നുള്ള കാര്യം നമുക്കറിയോ. എനിക്ക് ഒരുപാട് പിള്ളേർ ഫേക്ക് അക്കൗണ്ട് ആക്കി മെസ്സേജ് അയക്കുന്നു. അവർക്ക് അവരെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പോലും താല്പര്യമില്ല. കാരണം അവർക്കുണ്ടായ അനുഭവം അത്രയ്ക്ക് മോശം. ഇത് വെറും ഒരു സ്കൂളിൽ മാത്രം കാര്യമില്ല, ഒരുപാട് സ്കൂളുണ്ട്. നിങ്ങളൊരിക്കലും മറച്ചു വെക്കാണ്ട് ഓപ്പണായിട്ട് തന്നെ പറയണം. പബ്ലിക് പ്ലാറ്റ്ഫോമിലെല്ലാം കറക്റ്റ് പറയണം. കാരണം ഞാൻ ഇയാളെ കുറിച്ച് പൊന്നൂറോ ഫ്രസ്ട്രേഷൻ സഹിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ അകത്ത് നിങ്ങളുടെ റീലില് പിന്നെ ന്യായീകരിച്ചിട്ടൊക്കെ ഇരുന്നുണ്ടല്ലോ. ഇവന്മാർക്കൊന്നും അറിയില്ല ട്രോമ എന്താണ് പിള്ളേർ അനുഭവിക്കുന്ന ട്രോമ എന്ന് ഇവർക്കൊന്നും അറിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഇവർക്ക് ഇങ്ങനെ പറയുന്നത്. നമ്മളും അടി വാങ്ങിച്ചിട്ടുണ്ട്, വഴക്കിയിട്ടുണ്ട്, എന്തോരം എത്ര മാഷന്മാരായിരുന്നു. നമ്മൾ എന്നിട്ട് ഒരാളെ പേര് മാത്രം ഓർത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ട്രോമ കിട്ടിയത് എത്രത്തോളം നമ്മുടെ മനസ്സിലല്ലെങ്കിൽ നമ്മൾ മെന്റലി തളർത്തിയിരുന്നു. ആ സിറ്റുവേഷനിലും എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കിയാൽ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പറയും, ഞാൻ ആരോഗ്യ സ്കൂളിൽ പഠിച്ചത്, അവിടെ ഒരു തുഷാർ മാഷൊക്കെ ഉണ്ട്, ആ മാഷിന്റെ കയ്യിൽ എന്തോ അടിയിട്ടുണ്ടെന്ന് അറിയോ. ഒരു ആരെങ്കിലും ഒരാൾ കുറ്റം പറയും ആ മാഷിനെ പറ്റിയിട്ട്. നമ്മൾ ഈ ഇവർ പറയുന്ന പോലെ തല്ല് വാങ്ങിച്ചത് കൊണ്ട് നമ്മൾ കുറ്റം പറയുന്നതല്ല. കമന്റിലും മെസ്സേജിലും കുറേ ആൾ ചോദിക്കുന്നുണ്ട്, ഇത്രയും കാലമായിട്ട് ഇയാളെ വീട്ടിലൊരു കേസ് പോലും എന്തുകൊണ്ടാണ് ഇല്ലാത്തത്. നിങ്ങൾക്ക് എൻ്റെ സ്റ്റോറി ഹൈലൈറ്റ്സ് നോക്കിയാൽ മനസ്സിലാവും. അതിൽ തന്നെ ഏകദേശം 6 ആൾക്കാർ കേസ് കൊടുത്തതുണ്ട്. അതൊക്കെ ഇയാൾ ഒതുക്കി തീർത്തു മതി. ഇയാളെ പാർട്ടിയിൽ കൊടുക്കുന്നുണ്ട്. ഏത് പാർട്ടി എന്ന് പറയാൻ എനിക്ക് എന്തായാലും താല്പര്യമില്ല. കാരണം ആ പാർട്ടി ഒരു കുറ്റം ചെയ്തിട്ടില്ല. എല്ലാ പാർട്ടിയിലും ഉണ്ടാവും ഇതുപോലത്തെ കൃമികൾ. അപ്പൊ ഞാൻ ഒരു പാർട്ടിന്റെ പേര് പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓപ്പോസിറ്റ് പാർട്ടി സപ്പോർട്ടാവും, ആ പാർട്ടിക്കാർ താങ്ങാൻ പോകും. എല്ലാം ഇപ്പോൾ അപ്പറായാലും ഇപ്പറായാലും അങ്ങനെ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് ആ ഒരു രീതിയിൽ ഇത് ഞാൻ കൊണ്ടുപോകുന്നില്ല. ഒരുപാട് കേസ് ഇയാളെ വീട്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇയാളതൊക്കെ ഒതുക്കി തീർത്തിട്ടുണ്ട്. ഒരു പട്ടികജാതിയിൽപ്പെട്ട യുവാവിനെ മർദ്ദിച്ചതിന്റെ പേരിൽ, ജാതി പറഞ്ഞ് മർദ്ദിച്ചതിന്റെ പേരിൽ ആ യുവാവ് കൊടുത്ത കേസ് വരെ ഇയാൾ ഒതുക്കിയിട്ടുണ്ട്. എനിക്ക് വന്ന മെസ്സേജ് ആണ്, പറയാൻ ഉണ്ടാക്കി പറയുന്നൊന്നുമല്ല. എൻ്റെ കയ്യിൽ ഓക്കെ. അങ്ങനെ കുറച്ച് റീലുകൾ ആൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ആ ഒരു കണ്ണൂർ ചട്ടികപ്പാറ സ്കൂളിലുള്ള മാത്രം സംഭവിക്കുന്ന ഒരു കേസൊന്നുമല്ല, മനസ്സിലായില്ലേ? ഒരു ജയരാജൻ മാത്രമല്ല, പല സ്റ്റുഡൻസ് പല ഈ പറയുന്ന പോലെ അധ്യാപകരുടെ മുഖം മൂടി അണിഞ്ഞ ഉള്ളിൽ നരഭോജികളുടെ സ്വഭാവമായിട്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരിൽ നിന്ന് അനുഭവിച്ചിട്ടുണ്ടാവും. ഈ പറഞ്ഞ പോലെ ചില കുട്ടികൾ ലഹരിക്ക് അടിമയാവാനുള്ള കാരണം, ആത്മഹത്യ ചെയ്യാനുള്ള കാരണം ഒക്കെ ഇങ്ങനെയുള്ള ആൾക്കാരാണ്. അതിൽ നിങ്ങൾ കേട്ട വോയിസ് എത്ര സത്യമാണെന്നറിയാം. നമുക്ക് ചിലപ്പോൾ പല ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയിട്ടുണ്ടാവും, ചീത്ത കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഏതെങ്കിലും പെർട്ടിക്കുലർ ആയിട്ടുള്ള 1-2 ടീച്ചേഴ്സിനാ നമ്മൾ അങ്ങനെ വെറുക്കണം എന്നുണ്ടെങ്കിൽ അവർ നമുക്ക് തന്നിട്ടുള്ള ട്രോമ എന്ന് പറയുന്നത് അത്രയും വലുതായിരിക്കും, മനസ്സിലായില്ലേ? ഈ തല്ലുക അങ്ങനെ അതിനേക്കാൾ വലുതാണ് ഇവർ ഈ വാക്കുകൾ കൊണ്ട് ആൾക്കാരെ മുന്നിൽ നിന്ന് ഇൻസൾട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ജാതിയൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചിട്ട്. നിങ്ങളൊരു അധ്യാപകനാണോ? ചട്ടയപ്പാറ സ്കൂളിലെ ജയരാജൻ എന്ന് പറയുന്ന ആളോടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളൊരു അധ്യാപകനാണോ? ജാതി ചോദിക്കാൻ പാടില്ല, ജാതി പറയാൻ പാടില്ല എന്ന് കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട താൻ തന്നെ ഒരു കുട്ടിയെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചിട്ട് അത് കേസ് കൊടുത്തപ്പോൾ അത് ഒതുക്കി തീർത്തു എന്നുള്ളത് അല്ലേ? എല്ലാത്തിനും പിന്നെ വളം വെച്ചു കൊടുക്കാൻ പല പല പാർട്ടികൾ ഉള്ളത് കൊണ്ട് പിന്നെ പ്രശ്നമില്ല അല്ലേ? പാർട്ടിയുടെ ബലത്തില്, ആൾക്കാരുടെ ബലത്തില്, അല്ലെങ്കിൽ ചിലപ്പോൾ ചില പാരന്റ്സ് ഒക്കെ വന്ന് ചോദിക്കുന്ന സമയത്ത് ഇയാൾ പറയുന്നുണ്ടാകും, കുട്ടിയെ നമ്മൾ തോൽപ്പിക്കും, നിങ്ങളെ കുട്ടീനെ 10ാം ക്ലാസ് പാസ്സാവാൻ സമ്മതിക്കില്ല, അങ്ങനെയാണ്, ഇപ്പൊ കുട്ടിയെ ഭാവി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കേസ് പിൻവലിക്കണം എന്നൊക്കെ ഇയാൾ പറയുന്നുണ്ടാവും. 100% പറയുന്നുണ്ടാവും. അത് ഇയാളെന്നല്ല, ഇതുപോലെയുള്ള അധ്യാപകർ എങ്ങനെ ഇവരെ വിളിക്കുന്നതല്ലേ, ഇതുപോലെയുള്ള ആൾക്കാർ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള ചില ആൾക്കാർ ആൾക്കാരെ മുന്നിൽ ഇൻസൾട്ട് ചെയ്തു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് വെച്ചിട്ട് നിങ്ങളെ ജീവിതം അവസാനിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരാണ് ചാവേണ്ടത്. ഉളുപ്പില്ലാത്ത ഈ നാറികളാണ് ചാവേണ്ടത്. ഇവരൊക്കെ എങ്ങനെ അധ്യാപകനായി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങൾക്ക് ഇതാണോ അധ്യാപനം എന്നുള്ളത് കൊണ്ട് നിങ്ങൾ പഠിപ്പിച്ചു തന്നത്? അതാണോ? ഇത് ഞാൻ ചിന്തിക്കുന്നത് അതല്ല. നിങ്ങൾ കേസിനൊക്കെ പോയിട്ട് എവിടെ എത്തുന്നില്ല എന്ന് തോന്നുന്ന സമയത്ത് ക്ലാസ്സിൽ ഇട്ട് തന്നെ കുട്ടികൾ അടിച്ചാളെ കരണം പൊളിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. മുന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്, എങ്ങനെയാണ് ഈ കുട്ടികൾ അധ്യാപകരെയൊക്കെ തല്ലുന്നത്? പിന്നെ ഇങ്ങനെയുള്ള അധ്യാപകരെ തല്ലുമല്ല, കൊല്ലുക. സീരിയസ് ആയിട്ട് നമ്മൾ ചിന്തിക്കാറില്ലേ എങ്ങനെയാണ് കുട്ടികൾ പിന്നെ അരോഗന്റ് ആയി പോകുന്നത്, അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ മുകളിൽ കൈവെക്കുന്നതെന്നൊക്കെ. ഇവനെയൊക്കെ കയ്യേ വെക്കൂ. ഇതുപോലെയൊക്കെ ആൾ പറഞ്ഞ ഈ വീഡിയോ ഇട്ട ചെക്കൻ പറഞ്ഞു കേട്ടിട്ടില്ലേ? 10ാം ക്ലാസ്സിൽ അത്യാവശ്യം, കാരണം മുടിയുള്ള ആൾക്കാർക്ക്, ആൺകുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ പെൺകുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും മുടിയുള്ളവർക്ക് ചിലപ്പോൾ തലയിൽ പേനൊക്കെ ഉണ്ടാവും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്. അതൊക്കെ അസംബ്ലിയിലൊക്കെ വിളിച്ചു പറയണമെങ്കിൽ അയാൾ എന്തൊരു ചേറ്റയായിരിക്കണം അല്ലേ? ഞാൻ ആലോചിക്കുന്നത് അതാണ്.
ഇവനെയും ഭീഷണിപ്പെടുത്തി ഇവന്റെ അക്കൗണ്ട് ഒക്കെ കളയാൻ നോക്കിയിട്ടുണ്ടെന്നൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട്. അവൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒക്കെ കളയാനൊക്കെ നോക്കി. പിന്നെ അതുപോലെ തന്നെ ഭീഷണികൾ, ഒരു സൈഡിൽ നിന്ന് ഭീഷണികൾ വന്നു. കാരണം നാണക്കേടായല്ലോ. മുമ്പൊന്നും ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനം, ഇപ്പം ഇവനൊക്കെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തൊന്നും സോഷ്യൽ മീഡിയ അത്ര ഇമ്പോർട്ടൻ്റ് ആയിരിക്കില്ല, അത്ര ആക്റ്റീവ് അല്ല ആൾക്കാർ. ഇപ്പം അങ്ങനെയല്ല. ഈ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് തന്നെ ഇത് ലോകം മൊത്തം അറിയും. ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ മുതൽ ചെറിയ കുട്ടികളുടെ കയ്യിൽ വരെ ഈ സാധനം ഉണ്ട്. അപ്പൊ ഇവന് ഈ ഇടുന്ന ഇവന്റെ വോയിസ് എല്ലായിടത്തേക്കും സ്പ്രെഡ് ആവും. അപ്പൊ ഇയാൾക്ക് നാണക്കേടായി. മുന്നേ ആണെങ്കിലോ ഒരു PTA മീറ്റിംഗ് കൂടും, ഒരു പോലീസ് സ്റ്റേഷനിൽ ഒതുങ്ങി, ഒരു ചില വീടുകളിൽ മാത്രം, ആ ക്ലാസ്സുകളിൽ മാത്രം ഒതുങ്ങി ഇയാൾ ഭയങ്കര സെറ്റപ്പിലൊക്കെ നടന്നുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഇപ്പൊ എന്ത് സംഭവിച്ചു? ജയരാജന്റെ യഥാർത്ഥ മുഖം ലോകം മൊത്തം അറിഞ്ഞു. അപ്പൊ അയാൾക്ക് നാണക്കേടായി. ഇയാൾക്ക് ഞാൻ ചിന്തിക്കുന്നതല്ല, ഇയാൾക്ക് മക്കളൊന്നുമില്ല, ഭാര്യയും മക്കളൊന്നുമില്ല. ജയരാജനോടാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ സ്വന്തം മക്കളോടും യാതൊരു രീതിയിലുള്ള ആത്മാർത്ഥതയും ഉണ്ടാവില്ല, ഒരു സ്നേഹവും ഉണ്ടാവില്ല. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ മക്കളോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ കുട്ടികളെ ഇങ്ങനെ ട്രോമറ്റൈസ് ചെയ്യാൻ വിട്ടുകൊടുക്കില്ല. നിങ്ങളാ പഠിപ്പിക്കുന്ന, നിങ്ങളെ മുന്നിൽ ബെഞ്ചിലിരിക്കുന്ന കുട്ടികളെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളായിട്ടേ കാണാൻ വേണ്ടി പറ്റുള്ളൂ. ഒരിക്കലും നിങ്ങൾ ആ കുട്ടികളോട് പോയിട്ട് നിങ്ങൾക്ക് ഫിസിക്കൽ റിലേഷൻഷിപ്പിന് താല്പര്യമുണ്ട്, എന്തുകൊണ്ട് താല്പര്യമില്ല, കള്ളം പറയണ്ട എന്നൊക്കെ അങ്ങനെയൊന്നും പറയണ ഒരു അധ്യാപകനും തോന്നില്ല. മനസ്സിലായില്ലേ? ഇതിപ്പം ഹൈസ്കൂൾ ആവുന്ന സമയത്ത് എത്ര വയസ്സ്, 18 വയസ്സാവുന്നില്ലല്ലോ. ചൈൽഡ് ലൈൻ, ഞാൻ പറയട്ടെ, ഈ വീഡിയോയുടെ താഴത്താണെങ്കിലും ഈ പറയുന്ന പയ്യന്റെ വീഡിയോയുടെ താഴത്താണെന്നുണ്ടെങ്കിലും എല്ലാവരും ഒന്നടങ്കം പോയി ചൈൽഡ് ലൈനും ആ സ്കൂളിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ലൊക്കേഷനും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് ചൈൽഡ് ലൈനിനെ ടാഗ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ആ സ്കൂളിലുള്ള കുട്ടികളെയൊക്കെ ഒന്ന് കൗൺസിലിംഗ് ചെയ്തിട്ട് ആർക്കൊക്കെ പരാതികൾ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ട് ചൈൽഡ് ലൈൻ ഡയറക്റ്റ് ഇയാൾക്കെതിരെ കേസ് എടുക്കണം. കുട്ടികളുടെ മൊഴികളൊക്കെ രേഖപ്പെടുത്തിയിട്ട് അങ്ങനെ കേസിന് പോകണം. ഇയാളുടെ മുഖം പുറത്തു വരണമെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴും ചട്ടുകപ്പാറ സ്കൂളിലെ ജയരാജൻ എന്ന് പറയുന്ന വ്യക്തിനെ മാത്രമേ ആൾക്കാർക്ക് പേരിൽ, അയാളുടെ ഫോട്ടോയൊക്കെ പുറത്തു വരണമെന്നാണ് ഞാൻ പറയുന്നത്. അറിയാത്ത ആൾക്കാരും കൂടെ അറിയട്ടെ. ഇവിടെ 4 സ്ഥലത്ത് കാണുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ നോക്കണം, ഇതല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവന് മനസ്സിലാവണം, അന്ന് ഈ കൊച്ചു കുട്ടികളെ ആൾക്കാരെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യുന്ന സമയത്ത് ആ കൊച്ചു കുട്ടികൾ അനുഭവിച്ചിട്ടുള്ള ട്രോമ എന്താണെന്നുള്ളത് ഈ പ്രായത്തിൽ അയാളെ അറിയിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അന്ന് അയാൾക്ക് മനസ്സിലായിട്ടുണ്ടായില്ല, ഇന്ന് അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ജയരാജനെ കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കണം, അയ്യോ ഇവനല്ലേ അത്, ചെറ്റ നാറി, അങ്ങനെയൊക്കെ. ഇവനൊക്കെ എന്ത് യോഗ്യതയുണ്ട് അധ്യാപകനാവാൻ എന്നൊക്കെ അങ്ങനെയൊക്കെ പറയണം. അപ്പൊ അവന് മനസ്സിലാവും. അങ്ങനെ ഉത്തരം കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇവനെയൊന്നും കേസിൽ ജയിലിൽ കിടത്തിയിട്ടോ ഒന്നും ഒരു കാര്യമില്ല. അപ്പൊ ഒന്നും അവന് മനസ്സിലാവില്ല എന്താണ് ഈ കുട്ടികൾ ഗോ ത്രൂ ചെയ്തെന്നുള്ളത്. മനസ്സിലായില്ലേ? ഇങ്ങനെയും ആൾക്കാരുണ്ട്. കാരണം ഒരുപാട് ഈ ഒരു സ്കൂളിൽ നിന്നല്ല, എല്ലാ സ്കൂളുകളിലും ഇങ്ങനെയുള്ള 1-2 ടീംസ് നിർബന്ധമാണ്. കുട്ടികളെ ട്രോമറ്റൈസ് ചെയ്യാൻ വേണ്ടി മാത്രം കെട്ടിയൊരുങ്ങി വരുന്ന അധ്യാപകർ എല്ലാ സ്കൂളിലും ഉണ്ടാവും. എല്ലാ സ്കൂളിലും ഓരോരോ അല്ലെങ്കിൽ കുറച്ച് കുട്ടികൾക്ക് പറയാനുണ്ടാവും. അങ്ങനെയുള്ള കുറച്ച് അധ്യാപകരുടെ കാര്യം. കുട്ടികളെ നിങ്ങൾ ആദ്യം പാരൻസിൻ്റെ അടുത്ത് പറയാം, ഇങ്ങനൊരു സംഭവം ഉണ്ട് സ്കൂളിൽ ഇങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. പാരൻസിനോട്, മുൻപത്തെ പാരൻസെ എനിക്ക് തോന്നുന്നു ടീച്ചേഴ്സിനെയൊക്കെ ഭയങ്കര ബഹുമാനിച്ചിന്. ടീച്ചർമാർ തല്ലിയാലും കൊന്നാലും കയറി പിടിച്ചാലും സാരമില്ല, അധ്യാപകനല്ലേ അധ്യാപികയല്ലേ എന്ന് പറഞ്ഞു വിടൂ. ഇപ്പോഴത്തെ പാരൻസ് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊക്കെ വിടുന്ന ടീംസ് ആണെന്നുള്ളത്. പോയിട്ട് ചോദിക്കാൻ ധൈര്യമുള്ള, അല്ലെങ്കിൽ ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം എൻ്റെ മകനെ ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ എൻ്റെ മകളെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോയി ചോദിക്കാൻ തന്നെ ചെയ്യും എന്ന് പറയുന്ന പാരൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. മുമ്പത്തെ പോലെ അല്ല എന്തായാലും. ഓക്കെ, അങ്ങനെ ചെയ്യണം. പാരൻസ് ആണെന്നുണ്ടെങ്കിലും ഇവർക്കൊരു പേടി വരണം. ചോദിക്കാൻ വരുന്നുണ്ട് സ്കൂളിലേക്ക്. കേസിന്റെ കാര്യത്തിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു കാര്യമില്ല. പോയിട്ട് ഇത് പറഞ്ഞ പാർട്ടി ബലവും പണത്തിന്റെ ബലവും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഊരി പോരുകയും ചെയ്യും. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. എല്ലാവരുടെ മുന്നിൽ വെച്ച് സ്കൂൾ അസംബ്ലി നടക്കുന്ന ആ ദിവസം നോക്കിയിട്ട് പോയിട്ട് അസംബ്ലിയിൽ വെച്ച് ഇയാൾ ചീത്ത വിളിക്കണം. പാരൻസ് ഒക്കെ പോയിട്ട് ജയരാജനെ എന്നല്ല, ഇങ്ങനെ ചെയ്യുന്ന ഏത് രാജന്മാരെയും രാജികളെയാണെന്നുണ്ടെങ്കിൽ ചീത്ത വിളിക്കണം. നല്ല വെറുതെ അങ്ങോട്ട് മനസ്സിലാക്കി അങ്ങോട്ട് കൊടുക്കണം എന്താണ് ട്രോമ. അയാൾക്ക് തോന്നണം, എനിക്ക് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയാലേ, അയ്യോ ഇയാളെ ഫേസ് കാണാൻ വല്ല വഴിയുണ്ടോ? ചട്ടുകപ്പാറ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ആരെങ്കിലുമൊക്കെ ഫോട്ടോ എടുത്തിരിക്കുന്നു അയച്ചു തരണേ, ഈ ജയരാജന്റെ മുഖം. എൻ്റെ ദൈവമേ,
കഷ്ടം തന്നെ അവസ്ഥ. എന്തായാലും കുറച്ച് കുട്ടികളൊക്കെ കേസിന് പോകുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കേസിന് പോവുക, പിന്നെ കേസിന് പോകുന്നതിനോട് കൂടെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഒന്ന് ചെയ്യൂ പ്ലീസ്. അപ്പം അവർക്കും ഒരു സമാധാനം കിട്ടും. അവർ നാറുന്ന ഇവ ജയരാജനെ പോലെയുള്ള അധ്യാപകർ എന്ന് പറയാൻ പറ്റില്ല, നികൃഷ്ട ജീവികൾ നാറുന്ന കാണുമ്പോൾ നിങ്ങൾക്കൊരു ആശ്വാസം കിട്ടും. നമുക്കും അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ.